നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. നിയന്ത്രണമില്ലാതെ കുതിക്കുന്ന സിമന്റ് വില നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. അടിക്കടി വില കൂട്ടുന്ന കമ്പനികൾക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് സിമന്റ് വ്യാപാരികളും നിർമ്മാണ മേഖലയിലെ സംഘടനകളും. കേരളത്തിൽ മാത്രമുണ്ടാകുന്ന വിലക്കയറ്റം തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും പരാതിയുണ്ട്. 430 രൂപയിലെത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് സിമന്റിന്റെ വില. 50 മുതൽ 60 രൂപ വരെ വർധനവ്. പ്രളയ സെസ് കൂടെ വരുമ്പോൾ 4 രൂപ വീണ്ടും കൂടും. രാജ്യത്ത് ഏറ്റവും ഉയർന്ന സിമന്റ് വില കേരളത്തിലാണ്. അയൽ സംസ്ഥാനങ്ങളെക്കാൾ 100 രൂപയോളം കൂടുതൽ. നിയന്ത്രിക്കാൻ സംവിധാനങ്ങളില്ലാത്തത് അടിക്കടി വില കൂടാൻ കാരണമാവുന്നെന്ന് വ്യാപാരികൾ പറയുന്നു. അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനവും വിൽപ്പനയും നിർത്തിവെച്ചുള്ള പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് സംയുക്ത സംഘടനകളുടെ തീരുമാനം. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സ് നിലവിൽ 4% മാത്രമാണ് വിപണിയിൽ ഇടപെടുന്നത്. കൃത്യമായി സംസ്ഥാന സർക്കാർ വിപണിയിൽ ഇടപെട്ട് സിമന്റ് വില നിയന്ത്രിക്കുന്നതിന് നടപടിയെടുക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഉൾപ്പെടെ സമീപിച്ച് നടപടികളെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാനത്ത് സിമന്റ് വില കുറയും. പ്രളയാനന്തരമുള്ള പുനർനിർമ്മാണങ്ങളെ അടക്കം വിലക്കയറ്റം ബാധിക്കും. ഏറ്റവും അധികം നിർമ്മാണം നടക്കുന്ന സമയത്ത് വില വർദ്ധിപ്പിക്കുന്നത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണെന്നും ആരോപണമുണ്ട്. ശരാശരി 9 ടൺ സിമന്റ് വിൽക്കുന്ന സംസ്ഥാനത്ത് നിന്ന് കമ്പനികൾ ഇനി ഒരു മാസം കൊണ്ട് 100 കോടിയോളം രൂപ അധിക ലാഭമുണ്ടാക്കും. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 6300 കോടി പിഴ ചുമത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി. എന്നിട്ട് പോലും കമ്പനികൾ വില വർധനവുമായി മുന്നോട്ട് പോവുകയാണ്. കമ്പനികളുടെ ഇത്തരം നടപടികൾക്കെതിരെ വ്യാപാര സംഘടനകളുടെയും നിർമ്മാണ മേഖലയിലെ മറ്റു സംഘടനകളുടെയും പ്രാതിനിധ്യത്തിൽ ഞങ്ങൾ നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ പർച്ചേസ് നിർത്തും. പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് വില പിടിച്ചു നിർത്താൻ ഇടപെടണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം വളാഞ്ചേരി കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിനായി ഏറ്റെടുത്ത ഭൂമിയുടെ ഉടമകൾക്കുള്ള നഷ്ടപരിഹാര വിതരണവും ഭൂമി കൈമാറൽ ചടങ്ങും മന്ത്രി ഡോക്ടർ കെ.ടി. ജലീൽ ഉദ്ഘാടനം ചെയ്തു. 1 വർഷം കൊണ്ട് ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വളാഞ്ചേരിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനും വട്ടപ്പാറയിലെ അപകടനിരക്ക് കുറയ്ക്കുന്നതിനുമായി ആസൂത്രണം ചെയ്തതാണ് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണോദ്ഘാടനം നടന്ന ബൈപ്പാസിന്റെ പ്രവൃത്തികൾ പിന്നീട് നീണ്ടുപോവുകയായിരുന്നു. പദ്ധതി യാഥാർത്ഥ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നിരവധി സമരങ്ങളുമുണ്ടായി. 6.25 കിലോമീറ്ററിൽ 78,254 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. ആദ്യഘട്ടമായി 17 കോടി രൂപ ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. 2ഉം 3ഉം ഘട്ടത്തെ ഭൂമി ഏറ്റെടുക്കലും ഭൂ ഉടമകൾക്കുള്ള നഷ്ടപരിഹാര തുകയുടെ വിതരണവും മന്ത്രി കെ.ടി. ജലീൽ നിർവഹിച്ചു. മഹാഭൂരിഭാഗം മേഖലയിലും സ്ഥലമേറ്റെടുപ്പ് മുടങ്ങിക്കിടങ്ങി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏതാണ്ട് 10 കോടി രൂപ പ്രാരംഭഘട്ടത്തിൽ സ്ഥലമെടുപ്പിന് അനുവദിച്ചു. 400-ലധികം സ്ഥലമുടമകൾ ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിന് സ്ഥലം വിട്ടുകൊടുക്കണമായിരുന്നു. 43 കോടി രൂപ അതിനായിട്ട് ആവശ്യമായിരുന്നു. 400-ൽ പരം ആളുകളാണ് റോഡിനായി ഭൂമി വിട്ടു നൽകിയത്. നിലവിൽ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് റോഡ് തകർന്നു കിടക്കുകയാണ്. പുതിയ കരാറുകാരെ നിയമിച്ച് റോഡിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ബൈപ്പാസ് ഗതാഗതയോഗ്യമാക്കുക. ന്യൂസ് 18 തിരൂർ. പ്രളയത്തിൽ തകർന്ന എലക്കൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. 3 ലക്ഷം രൂപ PWD ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൈവരികൾ തകർന്ന ശോചനീയാവസ്ഥയിലായ പാലത്തിൽ അപകടം പതിവായിരുന്നു. പ്രളയത്തിൽ ഏലക്കല്ലിൽ മുതിരപ്പുഴയാറിന് കുറുകെ നിർമ്മിച്ചിരുന്ന പാലം അപകടാവസ്ഥയിലായിരുന്നു. കൈവരികൾ പൂർണ്ണമായും തകർന്നു. പാലത്തിൽ അപകടം പതിവായ സാഹചര്യത്തിലാണ് നാട്ടുകാർ പരാതി നൽകിയത്. തുടർന്ന് മന്ത്രി M.M. മണി ഇടപെട്ടാണ് പാലം പണിക്ക് 3 ലക്ഷം രൂപ അനുവദിച്ചത്. കഴിഞ്ഞ പ്രളയത്തിൽ തകർന്ന പാലത്തിന്റെ കൈവരികൾ ഇടപെടൽ നേരത്തെ പണിയാണ്. കൈവരികൾ 15 ദിവസം തീർക്കും. 15 ദിവസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. ആലക്കോട് ടൗണിൽ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ബസ് സ്റ്റാൻഡും പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സും നോക്കുകുത്തിയാകുന്നു. ബസ് സ്റ്റാൻഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്ക് 20 വർഷത്തെ പഴക്കമുണ്ട്. 1998 മെയ് 15-നായിരുന്നു ഉദ്ഘാടനം. ധനമന്ത്രിയായിരിക്കെ ടി ശിവദാസ മേനോനാണ് ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ആദ്യത്തെ 3 മാസം മാത്രമാണ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയത്. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ 1/2 ഏക്കർ സ്ഥലത്തായിരുന്നു നിർമ്മാണം. ബസ്സുകൾ കൈയൊഴിഞ്ഞതോടെ ആളും അനക്കവും ഇല്ലാതായി.
ലക്ഷങ്ങൾ മുടക്കി റൂമുകൾ വാടകയ്ക്കെടുത്ത വ്യാപാരികളിൽ പലരും കച്ചവടം മതിയാക്കി മടങ്ങി. 1-2 മാസങ്ങൾ മാത്രമേ ഇവിടെ ബസ്സുകൾ കയറി ഇറങ്ങിയുള്ളൂ. അത് പിന്നെ ഇതുവരെ ഒരു ബസ്സും ഇങ്ങോട്ട് വന്നിട്ടില്ല. വില്ലേജ് ഓഫീസ്, ICDS ഓഫീസ്, ട്രഷറി തുടങ്ങിയ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സ്റ്റാൻഡിന് സമീപത്താണ്. പ്രധാന റോഡിൽ ബസ്സുകൾ നിർത്തിയിടുന്നത് കാരണം ടൗണിൽ ഗതാഗതക്കുരുക്കും പതിവായി. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറണമെന്ന ഹൈക്കോടതി വിധി അവഗണിക്കുകയാണ് അധികാരികൾ. സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 ആലക്കോട്. സമ്പൂർണ്ണ ഊർജ്ജ സംരക്ഷണ പദ്ധതികൾക്ക് തുടക്കമിട്ട് ഇടുക്കി വാത്തുക്കുടി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ 8500 വീടുകൾക്ക് പുറമെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങൾക്കും LED ബൾബ് നൽകിക്കൊണ്ട് സമ്പൂർണ്ണ LED ഉപയുക്ത പഞ്ചായത്താക്കുക എന്നതാണ് ലക്ഷ്യം. ആദ്യഘട്ടമായി ഒരു കുടുംബത്തിന് 2 ബൾബുകൾ വീതം നൽകിക്കൊണ്ട് വൈദ്യുതി മന്ത്രി M. M. മണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ വീടുകൾക്കും LED ബൾബുകൾ നൽകും. സർക്കാർ സ്ഥാപനങ്ങളിലും സ്കൂളുകൾ, അംഗനവാടികളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും LED ലഭ്യമാക്കും. പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലെ വഴിവിളക്കുകളെല്ലാം LEDയിലേക്ക് മാറും. ആദ്യഘട്ടമായി ഓരോ കുടുംബത്തിനും 2 ബൾബുകൾ വീതം നൽകി മന്ത്രി M. M. മണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഒരു മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് 8 കോടിയും അത് ഉയർന്നാൽ 12 കോടി വരെ രൂപ മുടക്കാം. അതാണ്. അതേസമയം 1 കോടി ഒരു മെഗാവാട്ട് വൈദ്യുതി ലാഭിക്കുന്നതിന് 15 ലക്ഷം ഇല്ലേ, 15 ലക്ഷം രൂപ മുടക്കിയാൽ ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്ക്. അത്രയും വലിയ പ്രാധാന്യമാണ്. മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗത്തിൽ MLA റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി മുക്കാട്ട്, വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് PK രാജു, എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ധനേശ്വരൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. വനം വകുപ്പിന്റെ വിവിധ റേഞ്ചുകളിൽ നടന്നു വന്നിരുന്ന ഈറ്റവെട്ട് പുനരാരംഭിക്കാൻ നടപടിയായില്ല. നേര്യമംഗലം, അടിമാലി, ആനക്കുളം വനമേഖലകളിൽ ഈറ്റവെട്ടാനുള്ള കരാർ നടപടികൾ തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കാത്തതിനാൽ പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ. വിവിധ ഫോറസ്റ്റ് റേഞ്ചുകളിൽ നടന്നുവന്നിരുന്ന ഈറ്റവെട്ട് ഒട്ടേറെ തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു. എന്നാൽ ഈറ്റവെട്ട് പുനരാരംഭിക്കാനുള്ള നടപടികൾ ഈ തവണ വനവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. നേര്യമംഗലം, അടിമാലി, ആനക്കുളം വനമേഖലയിൽ നിന്ന് വെള്ളൂർ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിലേക്കായിരുന്നു ഈറ്റ വെട്ടി കയറ്റി അയച്ചിരുന്നത്. വനത്തിലെ ഈറ്റ വെട്ടുന്നതിന് ഓരോ റേഞ്ചിന്റെ കീഴിൽ ടെൻഡർ വിളിച്ച് നടത്തിക്കൊണ്ടിരുന്ന നടപടിക്രമങ്ങൾ ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് ഈറ്റത്തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ വനംവകുപ്പ് അതിനുവേണ്ട സത്വര നടപടികൾ എത്രയും വേഗം എടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ 3 റേഞ്ചുകളിൽ നിന്നായി 10,000 ടൺ വരെ ഈറ്റ വെട്ടുകയായിരുന്നു. അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി വന്നതോടെ വെട്ടുന്ന ഈറ്റയുടെ അളവിൽ കുറവ് സംഭവിച്ചു. ഒപ്പം തൊഴിലാളികൾക്ക് തൊഴിൽ ദിനവും നഷ്ടമായി. വർഷത്തിൽ 6 മാസം മാത്രമാണ് ഇപ്പോൾ ഈറ്റവെട്ട് നടക്കുന്നത്. 4,000 ടൺ ഈറ്റ വെട്ടാനായിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കരാർ. ഇത് എങ്ങും എത്താതെ വന്നതോടെയാണ് തൊഴിലാളികൾ പ്രതിസന്ധിയിലായത്. ന്യൂസ് 18 ഇടുക്കി. തൃത്താല മണ്ഡലത്തിലെ പട്ടിത്തറ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കലാപരിചയം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് കുട്ടികളിൽ കലാഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത്. കുട്ടികളിലെ കലാപരമായ കഴിവുകൾ കണ്ടെത്താനും പിന്തുണ നൽകാനും ലക്ഷ്യം വെച്ചാണ് പദ്ധതി. ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ, കഥകളി, തുള്ളൽ തുടങ്ങിയ കലകൾ സ്കൂളുകൾ വഴി കുട്ടികൾക്ക് പരിചയപ്പെടുത്തും. സെമിനാറുകൾ, ഡെമോൺസ്ട്രേഷനുകൾ, അവതരണം എന്നിവ ഉൾക്കൊള്ളും വിധമാണ് പദ്ധതി. കലാപരിചയത്തിന്റെ ഭാഗമായി വട്ടിനാട് ഗവൺമെന്റ് LP സ്കൂളിൽ കഥകളി ക്ലാസ് നടന്നു. വാഴയങ്കട കുഞ്ഞുനായർ സ്മാരക ട്രസ്റ്റിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ പീശപ്പള്ളി രാജീവ് കഥകളി സോദാഹരണ ക്ലാസിന് നേതൃത്വം നൽകി. കിള്ളിക്കുരിശുമംഗലം കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ സഹകരണത്തോടെയാണ് തുള്ളൽ മഹോത്സവം ശില്പശാല നടന്നത്. ദൃശ്യാവിഷ്കാരങ്ങൾക്ക് പുറമെ കഥകളിയുടെയും ഓട്ടംതുള്ളലിന്റെയും നൃത്തരൂപങ്ങളുടെയും വ്യത്യസ്ത ചിത്ര പ്രദർശനവും സ്കൂളുകളിൽ ഒരുക്കി. ന്യൂസ് 18 തൃത്താല. നാട്ടുവർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം. മലപ്പുറം വളാഞ്ചേരി കാട്ടുപരുത്തി പാടശേഖരത്തെ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവമാക്കി മാറ്റി നാട്ടുകാർ. പാടശേഖര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി ഡോക്ടർ KT ജലീലുമെത്തി. ഊണിയംപാലം അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടുകൂടിയാണ് കൊയ്ത്തുത്സവത്തിന് തുടക്കമായത്. കാർഷിക സംസ്കൃതി അന്യം നിന്നുപോകുന്ന കാലഘട്ടത്തിൽ മണ്ണും ജൈവസമ്പത്തും പരമപ്രധാനമാണെന്ന സന്ദേശമാണ്
കാട്ടുപരുത്തിയിലെ ജനകീയ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. 150 ഏക്കർ പ്രദേശത്താണ് കൃഷി. കാട്ടുപരുത്തി പാടശേഖര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളയിച്ചെടുത്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് അതിനാൽ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു നടന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ ജനപ്രതിനിധികൾക്കും നാട്ടുകാർക്കുമൊപ്പം മന്ത്രി KT ജലീലും എത്തി. കാലാകാലങ്ങളിൽ കൃഷി ഇറക്കി നമ്മളുടെ പാടശേഖരങ്ങളൊക്കെ തന്നെ കൃഷിയോഗ്യമാക്കുന്നതിന് ഗവൺമെന്റ് മുൻകൈയെടുക്കണം. ഇന്ന് നല്ല കൃഷി ഓഫീസർമാരുണ്ട് നമുക്ക്. എല്ലാ സ്ഥലങ്ങളിലും ചെറുപ്പക്കാരായിട്ടുള്ള കൃഷി ഓഫീസർമാർ, പുതിയ ചെറുപ്പക്കാർ വളരെ നല്ല രീതിയിലാണ് കാർഷിക മേഖലയിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. VP സക്കറിയ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 തിരൂർ. ട്രെയിൻ സമയം. മാംഗ്ലൂർ മെയിൽ 35 മിനിറ്റ് വൈകി ഓടുന്നു. തൃശൂർ കണ്ണൂർ പാസഞ്ചർ 29 മിനിറ്റ് വൈകുന്നു. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 1 മണിക്കൂർ 37 മിനിറ്റ് വൈകുന്നു. കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 39 മിനിറ്റ് വൈകുന്നു. ആലപ്പുഴ എക്സ്പ്രസ് 51 മിനിറ്റ് വൈകി ഓടുന്നു. കന്യാകുമാരി എക്സ്പ്രസ് 19 മിനിറ്റ് വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പഴയകാലത്തെ മുസ്ലിം വിവാഹ വീട് പുനരാവിഷ്കരിച്ച് കോഴിക്കോടെ പൂനൂരിലെ കുടുംബം. മകൾ ഫാത്തിമ ജഹാന്റെ കല്യാണം വേറിട്ടതാക്കാനാണ് കക്കാട്ടുമ്മൽ മൂസ പുതിയ ആശയം പ്രാവർത്തികമാക്കിയത്. കുരുത്തോല കൊണ്ട് കവാടം, തെങ്ങിൻ പൂക്കലയുടെ അലങ്കാരം, മുറ്റത്ത് തെങ്ങോല പന്തൽ, പന്തളിഞ്ഞ പനമ്പട്ടയുടെ മേൽക്കൂര, ഈന്തിൻ പട്ട കൊണ്ട് ചുറ്റുമറ, പന്തളിഞ്ഞരിക്കിൽ സാരി കൊണ്ടുള്ള ബോർഡർ, മുറ്റത്ത് മുറുക്കൻ, വെറ്റിലയും അടക്കയുമെല്ലാം തയ്യാർ. വെളിച്ചം പകരാൻ മണ്ണെണ്ണ വിളക്കും പെട്രോമാക്സും. കക്കാട്ടുമ്മൽ മൂസ തന്റെ മകളുടെ വിവാഹം ശ്രദ്ധേയമാക്കാൻ ഒരു ദിവസത്തേക്ക് പഴയ കാലത്തെ തിരികെ വിളിച്ചു. പഴമയെന്ന പുതിയ ആശയത്തെക്കുറിച്ചുള്ള ചോദ്യം മൂസ പ്രതീക്ഷിച്ചിരുന്നു. പുതിയ തലമുറക്കൊക്കെ ഇതൊരു കാണാൻ പഴയ കാലത്തെ പറയുമ്പോൾ അവർക്ക് എന്താണെന്ന് മനസ്സിലാകാത്തൊരു സ്ഥിതിയാണ്. പന്തൽ ഓലപ്പന്തലെന്നൊക്കെ പറഞ്ഞാൽ ഇഞ്ചൊക്കെ ചെറുപ്രായത്തിലുള്ളതാ. ഒരു പാരമ്പര്യം കല്യാണ നാളിനെ അലങ്കരിക്കുന്നതിൽ ആഹ്ലാദഭരിതയാണ് നവവധു. ഓലപ്പന്തൽ എന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. ഇത് ഓലപ്പന്തൽ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് ഇത് കാണാൻ ആഗ്രഹിക്കുകയും ഞങ്ങളെ ഏജിലുള്ളവർ പ്രത്യേകിച്ചു ഇങ്ങനെ ഒരു സംഭവമൊക്കെ പണ്ട് ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. കല്യാണത്തോടനുബന്ധിച്ച് പണ്ട് പതിവുണ്ടായിരുന്ന വിനോദ പരിപാടികളും അരങ്ങേറി. പഴമയുടെ പ്രൗഢി കണ്ട് അമ്പരന്നു അതിഥികൾ. പഴമക്കാർ ചെറുപ്പക്കാരായി. ചെറുപ്പക്കാർ എത്നിക് ബാക്ക്ഗ്രൗണ്ടിൽ സെൽഫിയെടുത്ത് സംതൃപ്തരായി. ന്യൂസ് 18 താമരശ്ശേരി. കാസർഗോഡ് കിനാനൂർ കരിന്തളത്തെ യോഗ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രത്തിന് കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക് ശിലയിട്ടു. കേന്ദ്ര ആയുഷ് മന്ത്രാലയം അനുവദിച്ച സംസ്ഥാനത്തെ ആദ്യ കേന്ദ്രമാണിത്. രാജ്യത്ത് ആരംഭിക്കാനിരിക്കുന്ന 10 യോഗ ഗ്രാമങ്ങളിൽ ഒന്ന് കേരളത്തിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു. ആയുഷ് വകുപ്പിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനം സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതിയാണ് കരിന്തളത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത്. ആശുപത്രിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിനുമായി 30 വർഷത്തേക്ക് 15 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ പാട്ടത്തിന് നൽകും. നേരിട്ട് ഭൂമി കൈമാറാൻ വ്യവസ്ഥയില്ലാത്തതിനാലാണ് പാട്ടവ്യവസ്ഥയിൽ അനുവദിക്കുന്നത്. ഗവേഷണ കേന്ദ്രത്തിനോടനുബന്ധിച്ച് 100 കിടക്കകളുള്ള ആശുപത്രിയും ആരംഭിക്കും. BPL വിഭാഗത്തിന് സൗജന്യമായും മുതിർന്ന പൌരന്മാർക്ക് പകുതി ഫീസോടെയും ചികിത്സ നൽകും. സമീപഭാവിയിൽ PG കോഴ്സ് ആരംഭിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ആരോഗ്യമന്ത്രി KK ശൈലജ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. രാജ്യത്ത് ആരംഭിക്കാനിരിക്കുന്ന 10 യോഗ ഗ്രാമങ്ങളിലൊന്ന് കേരളത്തിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീപദ് നായിക്. A state with high potential for yoga and naturopathy. The full-fledged support that the state government has provided for this institute is remarkable. And this is one of the main reasons why I am confident about the institute's bright future. The ministry has decided to develop 10 yoga gram, that is yoga village in the country. We will be happy to know that the Kerala will also be figured in this list of these 10 yoga villages. മന്ത്രി E. ചന്ദ്രശേഖരൻ, P. കരുണാകരൻ MP, MLA-മാരായ M. രാജഗോപാലൻ, K. കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തിന് അനുവദിച്ച ഏക യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രിയാണിത്. ന്യൂസ് 18 കാസർഗോഡ്.
കേന്ദ്ര ആയുഷ് മന്ത്രാലയം സംസ്ഥാനത്ത് ആദ്യമായി യോഗ പ്രകൃതി ചികിത്സാ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോൾ 97-കാരനായ യോഗാചാര്യൻ MK രാമൻ മാസ്റ്ററാണ് കാസർകോട്ടെ സംസാര വിഷയം. ഗവേഷണ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിലേക്ക് രാമൻ മാസ്റ്ററെ ക്ഷണിക്കാത്തത് കടുത്ത അനാദരവാണെന്ന് കരുതുന്നവരാണ് ഏറെ. കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തോളം പഴക്കമുണ്ട് രാമൻ മാസ്റ്ററുടെ യോഗാഭ്യാസത്തിന്. യോഗ പ്രകൃതി ചികിത്സാ സമ്പ്രദായങ്ങൾ രോഗചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ 1956 കാവിൽ ഭവൻ യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രം സ്ഥാപിച്ചായിരുന്നു തുടക്കം. ഒരുപക്ഷെ സംസ്ഥാനത്തു തന്നെ ആദ്യമായാണ് അന്ന് ഇത്തരമൊരു കേന്ദ്രം സ്ഥാപിക്കപ്പെടുന്നത്. അന്നു മുതൽ ഇന്നുവരെ ഈ രംഗത്ത് സ്തുത്യർഹമായ സംഭാവനകളാണ് മാസ്റ്റർ നൽകി വരുന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവരെ യോഗ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹം. കാവിൽ ഭവനുമായി സഹകരിച്ച് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും യോഗ പരിശീലനം നടന്നുവരുന്നുണ്ട്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനു ചുക്കാൻ പിടിക്കുന്ന കേന്ദ്ര ആയുഷ് വകുപ്പിനു കീഴിലെ സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ യോഗ ആൻഡ് നാച്ചുറോപ്പതിയുടെ അംഗീകാരം ലഭിച്ച സ്ഥാപനമാണ് മാസ്റ്ററുടേത്. കഴിഞ്ഞ 10 വർഷമായി മന്ത്രാലയത്തിന്റെ ധനസഹായവും കാവിൽ ഭവനു ലഭിച്ചു വരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ പത്മ പുരസ്കാരത്തിന് സർക്കാർ ഇദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്തത്. എന്നിട്ടും പാലായി കാവിൽ ഭവനിൽ വിശ്രമജീവിതം നയിക്കുന്ന മാസ്റ്ററെ ഏറെ അകലെയല്ലാതെ നടന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൽ കാസർകോട്ടുകാർക്ക് ഖേദമുണ്ട്. മാസ്റ്ററും വ്യസനം മറച്ചുവെച്ചില്ല. ഏതായാലും യോഗയ്ക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നതിൽ സന്തുഷ്ടനാണ് രാമൻ മാസ്റ്റർ. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം പൂക്കോട്ടൂരിൽ വാഹനാപകടത്തിൽ 3 മരണം. മോങ്ങം സ്വദേശി ഉനേസ്, കൊണ്ടോട്ടി സ്വദേശി സനൂപ്, മൊറയൂർ സ്വദേശി ഷിഹാബുദ്ദീൻ എന്നിവരാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടം. വിവരങ്ങളുമായി അനുമോദ് ചേരുന്നു. അനുമോദ്, എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്നും മലപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ അമിത വേഗതയിലായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒരു മതിലിൽ ഇടിച്ച് കാർ പൂർണ്ണമായും തകർന്നു. മതിലിടിച്ചതിനെ തുടർന്ന് ഗേറ്റ് ഏതാണ്ട് 25 മീറ്ററോളം അകലേക്ക് തെറിച്ചു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അമിത വേഗതയിലായതുകൊണ്ട് വാഹനം നിയന്ത്രിക്കാൻ കഴിയാതെ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഇതിൽ 3 പേരാണ് മരിച്ചത്. മോങ്ങം സ്വദേശി ബീരാൻകുട്ടിയുടെ മകൻ ഉമേഷ്, കൊണ്ടോട്ടി സ്വദേശി അഹമ്മദ് കുട്ടിയുടെ മകൻ സനൂപ്, മൊറയൂർ സ്വദേശി അബ്ദുൾ റസാഖിന്റെ മകൻ ഷിഹാബുദ്ദീൻ എന്നിവരാണ് മരിച്ചത്. ഇതിൽ ഷിഹാബ് കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നും നാട്ടിലേക്ക് അവധിക്ക് എത്തിയതായിരുന്നു. അന്ന് തന്നെ സുഹൃത്തുക്കളുമൊത്ത് പുറത്തു പോകുന്നതിനിടെയാണ് ഈ യാത്ര ഒരു ദുരന്തമായത്. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. മലപ്പുറം പൂക്കോട്ടൂരിൽ വാഹനാപകടത്തിൽ 3 മരണം സംഭവിച്ചിരിക്കുന്നു. വിവരങ്ങളായിരുന്നു അനുമോദ് നൽകിയത്. മാവേലിക്കര ഭദ്രാസനത്തിന്റെ മാതൃക ഇടവകയായ കാദീഷ ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് ഭക്തി നിർഭരമായ റാസ നടന്നു. സന്ധ്യാ നമസ്കാരത്തിന് ശേഷം കുറ്റിത്തെരുവ് മാർ ഗ്രിഗോറിയോസ് കുരിശടി അങ്കണത്തിൽ നിന്നും ആണ് റാസ ആരംഭിച്ചത്. സൺഡേ സ്കൂൾ കുട്ടികളുടെ മത്സര റാലിയും ബാൻഡ് മേളങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയും ഉണ്ടായി. KP റോഡ് വഴി 2 കിലോമീറ്ററോളം സഞ്ചരിച്ച് കുരിശടികളിൽ ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പള്ളിയിൽ എത്തിച്ചേർന്നത്. ഇന്ന് കൊടിയിറക്കത്തോടുകൂടി പെരുന്നാളിന് സമാപനം ഉണ്ടാകും. ഓൾ കേരള സോമേൽ തൊഴിലാളി അസോസിയേഷൻ 4ാമത് സംസ്ഥാന സമ്മേളനം കായംകുളത്ത് നടന്നു. പൊതുസമ്മേളനം വനംവകുപ്പ് മന്ത്രി K. രാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ബിജു ജി, ജനറൽ സെക്രട്ടറി സുനിൽ മാലൂർ, സത്യൻ ചേനപ്പടി, ജോസ് MS തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ സോമിൽ തൊഴിലാളികൾക്ക് ഏകീകൃത ശമ്പളം നടപ്പിലാക്കുക, തൊഴിൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക, ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുക, മിനിമം കൂലി 1500 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾക്ക് സമ്മേളനം തീരുമാനിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ CPM കണ്ണൂർ തിമിരി ലോക്കൽ കമ്മിറ്റി. സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ച കനിവ് പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മാണം പുരോഗമിക്കുന്നത്. തിമിരി കൂത്തമ്പലത്തെ കുട്ടമത്ത് രാമചന്ദ്രൻ പ്രമിള ദമ്പതികൾക്കാണ് പുതിയ വീട് ഒരുങ്ങുന്നത്. വർഷങ്ങളായി പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിൽ കഴിയുന്ന കുടുംബത്തിന് ഇനി അടച്ചുറപ്പുള്ള പാർപ്പിടത്തിൽ അന്തി ഉറങ്ങാം. റോഡിൽ നിന്നും മാറി ചെങ്കുത്തായ സ്ഥലത്ത് വീട് നിർമ്മിക്കുക എന്ന വെല്ലുവിളി സന്തോഷത്തോടെയാണ് തിമിരിയിലെ പ്രവർത്തകർ ഏറ്റെടുത്തത്. വീടിന്റെ നിർമ്മാണത്തിൽ പൂർണ്ണമായും പ്രവർത്തകർ പങ്കാളികളായി. നിർമ്മാണ സാമഗ്രികൾ തലച്ചുമടായി എത്തിച്ചതെല്ലാം അവർ തന്നെയാണ്. ചെങ്കലിൽ തീർത്ത ചുമരിൽ ഇരുമ്പുകൊണ്ടാണ് മേൽക്കൂര ഒരുക്കിയത്. മേൽക്കൂരയിൽ പാകുവാനുള്ള ഓടിന് ചായം പൂശുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. മാർച്ച് 20-നകം താക്കോൽ കൈമാറാനാകുമെന്നാണ് പ്രതീക്ഷ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി
വലിയ സഹായം ഞങ്ങൾക്ക് ഈ സംരംഭത്തിന് ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾ പണി ആരംഭിച്ചത്. സംഘാടക സമിതി ചേർന്ന് അവിടെ വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വീടിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ലോക്കൽ കമ്മിറ്റിയിലെ 14 ബ്രാഞ്ചുകളിൽ നിന്നുമായി 6 ലക്ഷത്തോളം രൂപയാണ് സ്വരൂപിച്ചത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പലരും സാമ്പത്തികമായി സഹായിച്ചു. എല്ലാ ലോക്കലിലും ഒരു വീട് എന്ന പാർട്ടിയുടെ തീരുമാനം വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് തിമിരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ. ന്യൂസ് 18 ആലക്കോട്. ഇടുക്കി മുക്കുടം ഇലക്ട്രോ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് മുക്കുടം ഇലക്ട്രോ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. മന്ത്രി എം എം മണി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ഭൂമിയിൽ സ്വന്തമായി ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാൻ സർക്കാർ അനുമതി നൽകിയ സംസ്ഥാനത്തെ ആദ്യ ചെറുകിട പദ്ധതിയാണ് മുക്കുടം ഇലക്ട്രോ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്. വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിലാണ് പദ്ധതി. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയുടെ പിന്നിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. വ്യത്യസ്ത മേഖലയിൽ നിന്നും സാങ്കേതിക പരിജ്ഞാനം നേടിയിട്ടുള്ളവരാണ് ഇവർ. 3 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാമെങ്കിലും ആദ്യഘട്ടമായി 1 മെഗാവാട്ട് മാത്രമാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് കണ്ടെത്തിയ സെൽഫ് ഐഡന്റിഫൈഡ് പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇത്തരം ഒരു പ്രൊജക്റ്റ് കണ്ടെത്തി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്ത് ഈ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവിടുത്തെ ഫ്ലോ റേറ്റൊക്കെ അനുസരിച്ച് നമുക്കൊരു 3 മെഗാവാട്ട് പൊട്ടൻഷ്യലാണ് ഉള്ളത്. പക്ഷേ ഇനീഷ്യലി ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാന്നുള്ള രീതിയിലാണ്. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി എം എം മണി നിർവഹിച്ചു. ഈ സ്വകാര്യ മേഖലയിലാണെങ്കിലും പൊതുമേഖലയിലാണെങ്കിലും ചെറുകിട പദ്ധതി നഷ്ടമാണ് എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഈ അടുത്ത നാളിലുണ്ടായ പ്രളയവും ദുരിതവും വലിയ ദുരന്തമാണ് ഈ രംഗത്തുണ്ടായിരിക്കുന്നത്. അത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ KSE ബോർഡ് ലക്ഷ്യമിടുന്നത് നിലവിൽ പണം മുടക്കി പ്രവർത്തനം നടക്കുന്ന പദ്ധതി എല്ലാം തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ്. മുക്കുടം ഇലക്ട്രോ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ആരംഭിച്ച കമ്പനിക്ക് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് സർക്കാർ അനുമതി നൽകിയത്. പ്രതിവർഷം 42 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇത് KSEBക്ക് തന്നെ വിൽക്കുന്നതിനും അനുമതിയായി. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. റോഷി അഗസ്റ്റിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.